ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഇന്ന് രാവിലെ മുതൽ ഒമ്പത് മണി മുതൽ വൈകിട്ട് 4 മണി വരെ ഈ തൃശ്ശിവ പേരൂരിൽ നന്ദനം ഓഡിറ്റോറിയത്തിൽ വെച്ച് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ സന്യാസാശ്രമങ്ങളിലെയും മഠങ്ങളിലെയും ആചാര്യന്മാര്, സന്യാസി ശ്രേഷ്ഠര്, നൈഷ്ഠിക ബ്രഹ്മചാരികള്, അതുപോലെ നമ്മുടെ സമൂഹത്തിൽ സനാതനധർമ്മ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആചാര്യ ശ്രേഷ്ഠന്മാര് ഒത്തുചേർന്ന് വിവിധ വിഷയങ്ങളെക്കുറിച്ച് ആലോചിച്ചു. നമ്മുടെ സമാജത്തിന് ഇന്ന് നൽകേണ്ടുന്ന വിവിധങ്ങളായ സന്ദേശങ്ങളെക്കുറിച്ച് ചിന്തിച്ചു. ആ യതിസംഗമത്തിനുള്ളിൽ നടന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാനല്ല ഇവിടെ നിൽക്കുന്നത്. ഇതൊരു പൊതുസമ്മേളനമാണ്. ആ സമ്മേളനത്തിന്റെ ഒരു നിശ്ചയം എന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ എന്താണോ നമ്മൾ വെക്കേണ്ടത് ആ വിഷയങ്ങളെ കേരളീയ പൊതുസമൂഹത്തെ, വിശിഷ്യ ഹൈന്ദവ സമൂഹത്തെ ധരിപ്പിക്കുന്നതിനാണ് ഇപ്പൊ നിൽക്കുന്നത്. ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞ് പൂർത്തിയാക്കുന്നതാണ്. കാരണം വളരെ വിദൂരങ്ങളിൽ നിന്ന് വന്ന എല്ലാ മഹാത്മാക്കൾക്കും തിരിച്ചു പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഒട്ടും ദീർഘിപ്പിക്കുന്നില്ല. എങ്കിലും ഇത്തരമൊരു ഹൈന്ദവ സമ്മേളനം എന്തിനാണ് ഇവിടെ നടത്തുന്നത്? ചില പത്രങ്ങളിലൊക്കെ വാർത്ത വന്നു, ഇത് രാഷ്ട്രീയമായിട്ടുള്ള കാര്യലാഭത്തിന് വേണ്ടിയിട്ടാണ്. ഏതെങ്കിലും പൊളിറ്റിക്കൽ പാർട്ടി എന്നുള്ള അർത്ഥത്തിലാണ് രാഷ്ട്രീയം വിവക്ഷിച്ചതെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഒരു ബന്ധവും ഇതിനുണ്ടായിട്ടില്ല. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് രാഷ്ട്രീയം എന്ന് പറയുന്നതെങ്കിൽ 100% രാഷ്ട്രീയ ലാഭം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ യാതൊരു മടിയും പറയാൻ നമുക്ക് ആർക്കുമില്ല. മാർഗദർശക മണ്ഡലം വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി വിവിധ സമ്പ്രദായങ്ങളിൽപ്പെട്ട സന്യാസിമാരുടെ ഒരു കൂട്ടായ്മയാണ്. വാസ്തവത്തിൽ അത് രൂപീകരിക്കപ്പെട്ടത് വിശ്വഹിന്ദു പരിഷത്തിന്റെ രൂപീകരണത്തോടൊപ്പം തന്നെ വിശ്വഹിന്ദു പരിഷത്തിന്റെ പ്രവർത്തനങ്ങൾക്ക്, തദ്വാര സാമാജിക പ്രവർത്തനങ്ങൾക്ക് മാർഗദർശനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ്. കേന്ദ്രീയ മാർഗദർശക മണ്ഡലം പ്രവർത്തിക്കുന്നു. ആ കേന്ദ്രീയ മാർഗദർശക മണ്ഡലത്തിന്റെ താഴെ വിവിധ സംസ്ഥാനങ്ങളിലുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് വളരെ അടുക്കും ചിട്ടയോടും കൂടി കേരളത്തിൽ മാർഗദർശക മണ്ഡലം സുദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ട്. പരമപൂജ്യ സത്യാനന്ദ സരസ്വതി സ്വാമികളെ പോലെ, നിത്യാനന്ദ സരസ്വതി സ്വാമികളെ പോലെ, രാമാനന്ദ സരസ്വതി സ്വാമികളെ പോലെ, വേദാനന്ദ സരസ്വതി സ്വാമികളെ പോലെയൊക്കെയുള്ള മഹാപുരുഷന്മാരെ, ആദ്യകാലത്ത് ഇതിന് നേതൃത്വം കൊടുത്ത മഹാപുരുഷന്മാരെ ഇപ്പോൾ നമിക്കുകയാണ്.
വളരെ ക്രമികമായ അടുക്കും ചിട്ടയോടും കൂടി ഇതിന്റെ സമ്മേളനങ്ങളും പ്രവർത്തനങ്ങളും നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ സമ്മേളനങ്ങൾ നടക്കാറുണ്ട്. ഈ പ്രാവശ്യം ഇത് വളരെ മുമ്പ് തന്നെ തൃശ്ശിവപേരൂരിൽ നടത്തണമെന്ന് നിശ്ചയിച്ചു. അതിന്റെ ഒരു സാഹചര്യം വരും വർഷത്തിൽ, അതായത് 2025 കേരളത്തിലുടനീളം കാര്യക്ഷമമായ രീതിയിൽ സമാജ മനസ്സിനെ സ്പർശിക്കും വിധം മൊത്തം സന്യാസിമാരുടെ ഒരു സമ്പർക്ക യാത്ര നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. അത് വെറുതെ ഒരു വാഹനത്തിൽ ഒരു സ്ഥലത്തുനിന്ന് മറ്റൊരു സ്ഥലത്തേക്കുള്ള പോക്കല്ല, മറിച്ച് കൊച്ചു കൊച്ചു പട്ടണങ്ങളിൽ, ഗ്രാമങ്ങളിൽ എല്ലാം തന്നെ സത്സംഗങ്ങൾ നടത്തിക്കൊണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ കേരളീയ ഹൈന്ദവ സമൂഹം ഉൾക്കൊള്ളേണ്ടുന്ന മൂല്യപദ്ധതിയെയും ആചരണ പദ്ധതിയെയും കുറിച്ച് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഇനിയും നമ്മൾ ഓർമ്മിക്കുന്നതിന് വൈകുകയാണെങ്കിലുള്ള അനർത്ഥത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ എല്ലാ ജില്ലകളിലൂടെയും ഒരു ജില്ലയിൽ ചുരുങ്ങിയത് ഒരു 27 സാമാന്യ സമ്മേളനങ്ങളും ഒരു മഹാസമ്മേളനവും, അങ്ങനെ 28ഓളം സമ്മേളനങ്ങൾ ഒരു ജില്ലയിൽ, അങ്ങനെ 14 ജില്ലകളിലും സഞ്ചരിച്ച് പരമാവധി സന്യാസി ശ്രേഷ്ഠന്മാര്, വിശേഷിച്ച് അതത് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ആശ്രമ പ്രവർത്തകര്, മഠാധിപതിമാര്, മറ്റ് ആചാര്യ ശ്രേഷ്ഠന്മാരെല്ലാവരും പങ്കെടുത്തുകൊണ്ട് കേരളത്തിൽ കേരളീയ സമൂഹ മനസ്സിനെ ധാർമ്മികമായി ഉത്തേജിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു യാത്ര നടത്താൻ നിശ്ചയിച്ചിരിക്കുകയാണ്. ആ യാത്രയ്ക്ക് മുന്നായിട്ട് അതിന് കേരളീയ മനസ്സിനെ പാകപ്പെടുത്തണം. അതിന് ഓരോ പ്രദേശത്തും നമ്മൾ ഏതേത് സന്ദേശങ്ങളെ എങ്ങനെയൊക്കെ നൽകണം എന്നുള്ളതിനെക്കുറിച്ച് പര്യാലോചിക്കാനാണ് വാസ്തവത്തിൽ ഇന്ന് ഇവിടെ ഈ ഒരു സമ്മേളനം നടന്നത്. അതിന്റെ ഒരു അറിയിപ്പെന്ന രീതിയിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ നൽകേണ്ടുന്ന ആശയങ്ങളെ വെക്കാനാണ് ഇപ്പോൾ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇവിടെ വളരെ പ്രസക്തമായ, വർത്തമാനകാല സമൂഹത്തിൽ വളരെ പ്രസക്തമായ ഒരു വിളംബരം ഇവിടെ സന്യാസി സമ്മേളനത്തിൽ അംഗീകരിക്കുകയുണ്ടായി. അത് ഈ സജ്ജന സമൂഹത്തിന് മുമ്പാകെ വായിച്ച് അവതരിപ്പിക്കുകയും ചെയ്തു. വളരെ പ്രസക്തമാണ്. ഒരു ഭാഗത്ത് അവഹേളനങ്ങൾ, നിന്ദകൾ, ആചാര്യന്മാരെ, ആചാരങ്ങളെ, ശാസ്ത്രീയങ്ങളായ ആശയങ്ങളെ എന്തെന്ന് പോലും അറിയാതെ നിന്ദിക്കുന്ന ആഭാസങ്ങൾ അത് പെരുകി പെരുകി വരുന്നു. ഓരോ വർഷം കഴിയുന്തോറും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സമീപ കാലഘട്ടത്തിൽ ശബരിമലയിൽ ഒരു കോടതി വിധിയുടെ മറവിലുണ്ടായ അത്യാചാരങ്ങൾ എന്തൊക്കെയാണെന്ന് അനുഭവിച്ച സമൂഹമാണ് നമ്മുടേത്. അതിനെ തുടർന്ന് എത്രമാത്രം ഹിന്ദുധർമ്മം നിന്ദിക്കപ്പെട്ടു, അവഹേളിക്കപ്പെട്ടു എന്ന് നമുക്കറിയാം. ഉചിതമായ രീതിയിൽ നമ്മുടെ സമാജത്തിൽ നിന്ന് പ്രതികരണം ഉണ്ടായപ്പോൾ എങ്ങനെ അതൊക്കെ കെട്ടടങ്ങി എന്നും നമുക്കറിയാം. പക്ഷേ ഈ കെട്ടടങ്ങലുകളെ കൊണ്ട് നമുക്ക് വിസ്മരിക്കാനോ ഉറങ്ങാനോ സമയമില്ല. കാരണം ഒന്നിനു പിറകെ ഒന്നായി പുതിയ അവഹേളന പരമ്പരകൾ വരികയാണ്. അത് കേവലം ഏതെങ്കിലും വ്യക്തികൾ അങ്ങു നിന്നോ ഇങ്ങു നിന്നോ വിളിച്ചു പോവുകയാണെങ്കിൽ നമുക്ക് ഒത്തൊരുമിച്ച് പ്രതികരിക്കേണ്ട ആവശ്യമില്ല. മറിച്ച് വ്യക്തമായ ലക്ഷ്യത്തോടുകൂടി ഭാരതത്തിൽ മുഴുവൻ, ലോകത്തിൽ മുഴുവൻ ഉണർന്നു വരുന്ന ഹൈന്ദവ ചേതന ഈ കേരളത്തിൽ ഉണരരുത്. എല്ലാ കാലവും അസംഘടിതമായി കേരളീയ ഹൈന്ദവ സമൂഹം നിലകൊള്ളണം. എങ്കിൽ മാത്രമേ തങ്ങൾക്ക് എല്ലാ കാലവും ഭാരതത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് ഭിന്നമായി കേരളത്തെ നിലനിർത്താൻ സാധിക്കൂ. ഈ ഒരു കാഴ്ചപ്പാടോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ കാണുകയാണ്. ഈ അടുത്ത കാലത്ത് തന്നെ ഒന്ന് നിരീക്ഷിക്കൂ.
ഗണപതി മിത്താണെന്ന് നിഷ്പക്ഷത പാലിക്കേണ്ടുന്ന സ്പീക്കറാണ് പറഞ്ഞത്. വിരോധമില്ല, മിത്താവട്ടെ. ഏതെല്ലാം മതങ്ങളിൽ എന്തെല്ലാം മിത്തുകളുണ്ട്, എന്തെങ്കിലും ഒന്ന് പറയാൻ ആ നാവ് ഒന്ന് പൊങ്ങിയോ? അദ്ദേഹത്തിന്റെ തന്നെ മതസങ്കല്പം അനുസരിച്ചുള്ള മിത്തുകളെ ഉയർത്തി കാണിക്കാൻ നാവ് പൊങ്ങിയോ? ബുറാഖിന് മുകളിൽ, അതായത് സുന്ദരിയായ ഒരു മനുഷ്യ സ്ത്രീയുടെ മുഖവും കോവർക്കഴുതയുടെ ശരീരവുമുള്ള ബുറാഖിന് മുകളിൽ കയറി മുഹമ്മദ് നബി 7 സ്വർഗങ്ങൾക്ക് മുകളിൽ പോയി അവിടത്തെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വന്നത്, അഥവാ 2 ചന്ദ്രനെ വെട്ടിപ്പുളർന്ന് വീണ്ടും യോജിപ്പിച്ചത്, ഇതൊന്നും എന്തുകൊണ്ട് പറയാൻ സാധിക്കുന്നില്ല? നമുക്ക് ഏതെങ്കിലും മതത്തെ നിന്ദിക്കണമെന്ന് ഉദ്ദേശ്യമില്ല, ഒരു മതത്തെയും നിന്ദിക്കരുതെന്നാണ് നമ്മുടെ പക്ഷം. പക്ഷേ ഹിന്ദു ധർമ്മത്തെ സ്ഥാനത്തും അസ്ഥാനത്തും നിന്ദിക്കാൻ 1000 നാവുള്ളവര് എന്തുകൊണ്ട് ഇതൊന്നും പറയുന്നില്ല? അതിനേക്കാൾ ശ്രദ്ധേയം, അനന്തരം ഇലക്ഷൻ കാലം വരുമ്പോ ക്ഷേത്രങ്ങളായ ക്ഷേത്രങ്ങൾ മുഴുവൻ ഓടുകയാണ്, ആശ്രമങ്ങളായ ആശ്രമങ്ങൾ മുഴുവൻ ഓടുകയാണ്. ഇതെന്തുകൊണ്ട്? ഇവിടെയാണ് നമ്മൾ പലപ്പോഴും തെറ്റിദ്ധരിക്കും, ഇത് ഹിന്ദു ധർമ്മത്തിന് വിരുദ്ധങ്ങളാണ് രാഷ്ട്രീയ പാർട്ടികളുടെ സമീപനമെന്ന്. തെറ്റ്. ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഒരു മതത്തോടും പ്രത്യേകിച്ച് പ്രതിബദ്ധതയോ പ്രേമമോ വിരോധമോ ഇല്ല. മറിച്ച് ആരാണോ ഒറ്റക്കെട്ടായി മതത്തിന്റെ കാര്യത്തിന് വേണ്ടി ഐക്യത്തോടുകൂടി നിലനിൽക്കുന്നത്, വോട്ട് ബാങ്കായി നിലനിൽക്കുന്നത്, മറ്റേത് വിഷയത്തിൽ എന്തെല്ലാം വിഭിന്നതകൾ ഉണ്ടായാലും ധർമ്മ വിഷയത്തിൽ അഥവാ മത വിഷയത്തിൽ, വിശ്വാസ വിഷയത്തിൽ ഒന്നിക്കുന്നത്, അവരെ നിന്ദിക്കാൻ ആർക്കും സാധിക്കില്ല. ഇവിടെ ഹിന്ദു സമൂഹത്തിന്റെ അനൈക്യമാണ്, അഥവാ ഇന്നും അനൈക്യം തന്നെയുള്ളതാണെന്ന കാഴ്ചപ്പാടാണ് ഇത്തരം വിമർശനങ്ങൾക്കോ നിന്ദകൾക്കോ കാരണമാകുന്നത്. ശബരിമല സൂചിപ്പിച്ച സ്ഥിതിക്ക് പറയട്ടെ, ശബരിമല സംഭവം വന്ന സമയത്ത്, ദൗർഭാഗ്യകരമായ ആ വിഷയം വന്നപ്പോ, നാമജപത്തോടുകൂടിയാണ് ഹൈന്ദവ സമൂഹം ഒറ്റക്കെട്ടായി തെരുവിലേക്ക് ഇറങ്ങേണ്ടി വന്നത്. നാമജപത്തോടുകൂടി. ഒരക്രമ സംഭവം ഉണ്ടായിട്ടില്ല. ഒരു ഹിന്ദു പ്രസ്ഥാനമോ ഭക്തനോ എന്തെങ്കിലും അക്രമം ചെയ്തതായി ഇവിടെ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടില്ല. എന്നാൽ നാമം ജപിച്ചുകൊണ്ട് തങ്ങളുടെ പ്രതിഷേധം അറിയിച്ച സമൂഹത്തിന് നേർക്ക് ആയിരക്കണക്കിന് കേസുകൾ എടുത്തു. ആയിരക്കണക്കിന് കേസുകൾ. ഒരു വ്യക്തിയുടെ പേരിൽ തന്നെ 1000-ലധികം കേസുണ്ട്. നമ്മളൊക്കെ സർവ്വവ്യാപിത്വം ബോധിപ്പിക്കുന്ന രീതിയിലാണ് കേസ്. സെൻകുമാറിന് 800-ലധികം കേസുകൾ വന്നു. അപ്പൊ അദ്ദേഹം സർവ്വവ്യാപി. ഒരേ ദിവസം കണ്ണൂരിലുണ്ട് കേസ്, തിരുവനന്തപുരത്തും ഉണ്ട്, എറണാകുളത്തും ഉണ്ട്, എല്ലായിടത്തും ഉണ്ട്. ഇതുപോലെ പലർക്കും. അനന്തരം നമ്മൾ കണ്ടു, ഞങ്ങളുടെ മതവിശ്വാസത്തിൽപ്പെട്ട പക്ഷേ മറ്റൊരു വിഭാഗത്തെ ഞങ്ങളുടെ പള്ളിയിൽ കയറ്റരുത് എന്ന് പറഞ്ഞൊരു വിഭാഗവും കയറണം എന്ന് പറഞ്ഞ് മറ്റൊരു വിഭാഗവും തമ്മിൽ വലിയ കലഹം കേരളത്തിലുണ്ടായപ്പോ വലിയ പ്രശ്നങ്ങളുണ്ടായി. പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഒന്ന്, വിഴിഞ്ഞം തുറമുഖ വിഷയത്തിലുള്ള പ്രതിഷേധത്തിൽ പലതരം പ്രതിഷേധ പ്രകടനങ്ങളുടെ ഭാഗമായിട്ട് നടന്ന പരമ്പരയുടെ പരിണാമമായിട്ട് പലരും അറസ്റ്റ് ചെയ്യപ്പെട്ടു. പക്ഷെ നമ്മൾ കാണുകയാണ്, ഇത്തരം കേസുകളെല്ലാം എഴുതി തള്ളുമെന്ന് പ്രഖ്യാപിച്ച ഒരു ഭരണകൂടം ശബരിമല സംഭവത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ ഒറ്റ കേസും എഴുതി തള്ളാതെ നിലനിർത്തുകയും മറ്റുള്ളതൊക്കെ എഴുതി തള്ളുകയും ചെയ്ത സാഹചര്യമാണ്. എന്തുകൊണ്ട്? ഒറ്റ കാരണമേ ഉള്ളൂ. ഇവിടുത്തെ ഹിന്ദു സമൂഹം അസംഘടിതമാണെന്ന ചിന്ത. ഇത് മാറ്റിയെടുത്തേ മതിയാവും. ഇത് മാറ്റിയെടുത്തേ മതിയാവും. നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഭാഗത്ത്. മറ്റൊരു ഭാഗത്ത് ഇന്ന് സാർവത്രികമായി, ഇത് ഹിന്ദുവിന്റെ മാത്രം വിഷയമല്ല, മൊത്തം സമൂഹത്തിൽ മയക്കുമരുന്നുകൾ വ്യാപിക്കുന്നത് എത്രയാണെന്ന് കണക്കില്ല. കൊച്ചു കുഞ്ഞുങ്ങൾ പോലും മയക്കുമരുന്നുകൾക്ക് അടിമകളാകുന്ന കാഴ്ച. അപ്പർ പ്രൈമറി വിദ്യാലയങ്ങളുടെ സമീപത്ത് പോലും സുലഭമായി മയക്കുമരുന്നുകൾ ലഭിക്കുന്ന സ്ഥിതിവിശേഷം.
ഇതാണ് ഇന്നത്തെ കേരളത്തിൽ. ചിലരതിനെ ലഹരി എന്നൊക്കെ പറയാറുണ്ട്. പല സ്ഥലത്തും ലഹരിക്കെതിരായിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ പതിവുണ്ട്. നമ്മളെ തന്നെ വിളിച്ചിരുന്നു കുറെ സ്ഥലത്ത്. ഞാൻ പറഞ്ഞു, ലഹരിക്കെതിരായി പ്രസംഗിക്കാൻ എനിക്ക് കഴിയില്ല, ഞാൻ ലഹരിക്കെതിരായി പ്രസംഗിക്കില്ല. മനുഷ്യനാഞ്ചാൽ കുറച്ച് ലഹരിയൊക്കെ വേണ്ടേ? വെറുതെ ഉണ്ടു ഉറങ്ങിയും ഒക്കെ കിടന്നുറങ്ങിയിട്ട് വല്ല കാര്യമുണ്ടോ? മനുഷ്യനാഞ്ചാൽ കുറച്ച് ലഹരി വേണം. പ്രത്യേകിച്ച് ഞാൻ സ്വാമി ചിദാനന്ദ പുരി എന്നുള്ള നാമം കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഓർമ്മിക്കേണ്ടത് ശങ്കരാചാര്യസ്വാമികളെയാണ്, ഭഗവാൻ ഭാഷ്യകാരനെ. ലോകത്തിൽ ഏറ്റവും അധികം ലഹരി വാരി വിതറിയത് ശങ്കരാചാര്യസ്വാമികളാ. സൗന്ദര്യ ലഹരി, ശിവാനന്ദ ലഹരി, ആനന്ദ ലഹരി, ജീവൻ മുക്താനന്ദ ലഹരി, അതിനപ്പുറത്തൊന്നും പറയാനില്ല. ജീവൻ മുക്താനന്ദ ലഹരിക്ക് അപ്പുറത്ത്, അവധൂത മഹാത്മാവിന്റെ സ്വരൂപസ്ഥിതിക്ക് അപ്പുറത്ത് ഒന്ന് പറയാനില്ല. പിന്നെ സന്യാസിയായ നമുക്ക് ലഹരിക്ക് എതിര് പ്രസംഗിക്കാൻ പറ്റുമോ? പിന്നെ എവിടെയാ കുഴപ്പം? കൊച്ചുനാളിൽ വലിയ ലഹരി കുട്ടികൾക്ക് നൽകണം. കൊച്ചുനാളിലെ കുട്ടികൾക്ക് വലിയ ലഹരി ശീലിപ്പിച്ചാൽ അവർ ചെറിയ ലഹരിക്ക് അടിമയാവില്ല. പുകയ്ക്ക്, പൊടിക്ക്, പേസ്റ്റിന്, ദ്രാവകത്തിന് അടിമയാവില്ല. ഉറപ്പാണ്. ആ വലിയ ലഹരി സേവനത്തിന്റെ, സ്നേഹത്തിന്റെ, നാമജപത്തിന്റെ, കീർത്തനങ്ങളുടെ, ഭജനയുടെ, സ്വാധ്യായത്തിന്റെ, സത്സംഗത്തിന്റെ, ഈശ്വര ഉപാസനയുടെ ലഹരി ചെറിയ നാളിൽ ലഭിച്ചു കഴിഞ്ഞാൽ നിസ്സംശയം നമുക്ക് പറയാം അവരൊരിക്കലും ഈ നിസ്സാരങ്ങളായ ലഹരികളിൽ പെടില്ല. അപ്പൊ നമ്മൾ എന്ത് വേണം? ഓരോ ഗൃഹത്തിലും ഈ ലഹരി ചെറുപ്പത്തിലേ കുട്ടികൾക്കിടയ്ക്ക് പ്രസരിപ്പിക്കണം. ലഹരി മുക്ത കേരള അല്ല നമുക്ക് വേണ്ടത്, ലഹരിയുക്ത കേരളമാണ്. ശരിയായ ലഹരി അറിയാത്തോണ്ടാണ് ഇങ്ങനെയുള്ള നിസ്സാരങ്ങളായ രോഗകാരണങ്ങളാകുന്ന നാശകരങ്ങളായ മയക്കുമരുന്നുകളിലും മറ്റും നമ്മൾ പെട്ടുപോകുന്നത്. ഇതിനാര് പരിഹാരം കണ്ടെത്തണം? സന്യാസിമാരുണ്ട്, തീർച്ചയായിട്ടും സന്യാസിമാര് ഗൃഹസമ്പർക്കം ചെയ്യാനുണ്ട്, സന്യാസിമാർ ആശയ പ്രചരണം ചെയ്യാനുണ്ട്. പക്ഷെ ഇത് സന്യാസിമാർ വിചാരിച്ചാൽ നടക്കുന്നതല്ല. പിന്നെ ഓരോ ഗൃഹത്തിലും നാമജപവും ഭജനകളും കീർത്തനങ്ങളും എല്ലാം ഉണ്ടായിരിക്കണം. ഇതിന് കേരളീയ സമൂഹത്തെ പാകപ്പെടുത്തണം. വിവിധ ആശയങ്ങളെ പറയുകയാണെ അവസാനം അതിനൊക്കെ പരിഹാരമായിട്ടാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന യാത്രയെ അവതരിപ്പിക്കാൻ പോകുന്നത്. സർവോപരി നമ്മൾ ഇന്ന് പലപ്പോഴും യുവസമൂഹവുമായി ബന്ധപ്പെടുമ്പോൾ നമ്മളെക്കാളൊക്കെ എത്രയോ കഴിവുള്ളവരാണ് പുതിയ കുട്ടികൾ. ഒരു ടെക്നിക്കലായിട്ടായാലും മറ്റേത് വിഷയത്തിലായാലും വലിയ കഴിവാ, മികവാ. പക്ഷെ പലപ്പോഴും മുതിർന്നവർ അവരെ കുറ്റം പറയുന്നത് കേൾക്കാം. യുവജനങ്ങളെ, കുട്ടികളെ കുറ്റം പറയുന്നത് തൊഴിലാക്കിയിരിക്കുക. പലപ്പോഴും മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിരിക്കുന്നു, അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികളെ, യുവജനങ്ങളെ കുറ്റപ്പെടുത്തുന്ന മുതിർന്നവരെ നമുക്ക് കാണാം. വാസ്തവത്തിൽ എന്താണ് തകരാറ്? അവർക്ക് ഉദാത്ത മാതൃക ലഭിക്കുന്നില്ല. കുട്ടികൾക്ക് മുമ്പിൽ ലഭിക്കുന്ന മാതൃകകള് വനാന്തരങ്ങളിൽ ഒളിച്ച് താമസിച്ച് മയക്കുമരുന്നുകൾക്ക് അടിമയായി ഒളിപ്പോര് ശീലിച്ച് പിന്നെ സമൂഹത്തിൽ വന്ന അക്രമങ്ങൾ ചെയ്യുന്നവരുടെ ചിത്രങ്ങളും മാതൃകകളുമാണ് കേരളീയ യുവസമൂഹത്തിന് ഏറ്റവുമേറെ കിട്ടുന്നത്. ടീഷർട്ടുകൾ അതാണ്, മുക്കിന് പോസ്റ്ററുകൾ അതാണ്. അങ്ങനെയുള്ള വ്യക്തികളാണ് മാതൃകകൾ. എന്താ പരിണാമം? ഇത്തരം മയക്കുമരുന്നുകൾക്ക് മാത്രം വിധേയരായ അടിമകളായി തീർന്നവരുടെ ചിത്രങ്ങൾ എല്ലാ തരത്തിലും ശാസ്ത്രീയങ്ങളായ ഉപാധികൾ വെച്ചുകൊണ്ട് പ്രചരിപ്പിച്ച് ഒരു സമൂഹത്തിന്റെ മുമ്പിൽ അതാണ് മാതൃകാ ബിംബം എന്ന് സ്ഥാപിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്ത്? സ്വന്തം സഹോദരനെ 3 ദിവസം വെള്ളം പോലും കൊടുക്കാതെ മരിക്കുന്നത് വരെ അടിച്ചടിച്ച് കൊല്ലാൻ സന്നദ്ധരായ സർവകലാശാലാ തല വിദ്യാർത്ഥികൾ വളർന്നു വരുന്നു. ഇവിടെയാണ് നമുക്ക് മുമ്പിൽ നമുക്ക് പറയാനുള്ളത്. യുവത്വത്തിന് നൽകാനുള്ള വലിയ മാതൃകയെ നമുക്ക് സ്ഥാപിക്കണം. യുവത്വത്തിന് മുമ്പിൽ വെക്കാനുള്ള ഏറ്റവും വലിയ മാതൃക ഏതാ? ആദ്യം പറയേണ്ടത് ശങ്കരാചാര്യസ്വാമികളെയാണ്.
32 വയസ്സാവുമ്പോഴത്തേക്ക് ശരീരം ഉപേക്ഷിക്കുന്നതിന് മുമ്പ് സമ്പൂർണമായി പ്രസ്ഥാനത്രയ ഭാഷ്യവും പ്രകരണ ഗ്രന്ഥങ്ങളും അചിന്ത്യമായ വൈഭവത്തോടു കൂടിയ സ്തോത്ര സാഹിത്യവും തന്ന ഭഗവാൻ ഭാഷ്യകാരൻ തന്റെ 39 വയസ്സ് പൂർത്തിയാക്കുമ്പോഴത്തേക്ക് ഈ ശരീരം ഉപേക്ഷിക്കേണ്ടി വന്ന അതിനു മുമ്പ് ലോകത്തിലെല്ലാ കാലവും യുവ മനസ്സുകൾക്കുള്ളിലേക്ക് വൈദ്യുത പ്രസരണം പോലെ അനിഷേധ്യമായ സന്ദേശത്തെ നൽകിയ വിവേകാനന്ദ സ്വാമികൾ. ചിന്തിച്ചു നോക്കുക. ഇനി നമുക്ക് അനാദിയായ ഒരു ഗുരു സങ്കല്പമുണ്ട്. വൃദ്ധാ ശിഷ്യാഹ ഗുരുർയുവാ. ആ ദക്ഷിണാമൂർത്തി ഇത്തരം ബിംബങ്ങളെ നമുക്ക് പ്രചരിപ്പിക്കണ്ടേ സമൂഹത്തിൽ? ഇതാണ് യുവാക്കൾക്കുള്ള സന്ദേശം. അത് ടീഷർട്ട് ആയിക്കോട്ടെ, ഇനി പോസ്റ്ററുകളായിക്കോട്ടെ, ഇനി ഫാൻസ് അസോസിയേഷൻ ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ, എങ്ങനെയാണോ യുവാക്കൾക്ക് മുമ്പിൽ അവതരിപ്പിക്കേണ്ടത് ആ രീതിയിൽ അവതരിപ്പിക്കണ്ടേ. അവർക്കൊരു ബിംബം വേണ്ടേ, ഒരു മാതൃകാ ബിംബം. ആ മാതൃകാ ബിംബത്തെ ചെറുപ്പത്തിലെ പരിചയപ്പെട്ട് കഴിഞ്ഞാൽ മറ്റ് അനാശാസ്യ ബിംബങ്ങളെ അവരാദരിക്കാൻ പോകുമോ? എന്ത് പരിഹാരം? ഇങ്ങനെ പ്രശ്നങ്ങളെ എണ്ണിപ്പറഞ്ഞാൽ ആയിരമുണ്ട്. ആ പ്രശ്നങ്ങൾ നമ്മൾ മൗനമായി വളരാൻ അനുവദിക്കുമ്പോഴാണ്, എപ്രകാരമാണോ രാജസദസ്സിൽ യുവതി വസ്ത്രാക്ഷേപം ചെയ്യപ്പെട്ടപ്പോഴും പല വിധേയത്വങ്ങളുടെ പേരിൽ പ്രതികരിക്കാതെ തലകുനിച്ചു നിന്നവര് അഥവാ ഇരുന്നവര് ഭീഷ്മപ്രഭൃതികള് അവസാനം ശരശയ്യ ഏറ്റുവാങ്ങേണ്ടി വന്നത്, അതുപോലെ നമുക്ക് മൗനമിനി അവലംബിക്കാൻ പറ്റില്ല. നമുക്ക് ശരശയ്യകൾ ഏറ്റുവാങ്ങാൻ വയ്യ. ഐക്യമുള്ള, അവബോധമുള്ള, ആചാരനിഷ്ഠയുള്ള ഒരു സമൂഹത്തെ വാർത്തെടുക്കാൻ പരിശ്രമിച്ചേ മതിയാവും. ആ പരിശ്രമത്തിനനുസൃതമായി സമൂഹചേതന വികസിക്കുമ്പോൾ സമൂഹത്തെ ഭിന്നിപ്പിച്ചുകൊണ്ട് തൻകാര്യം നേടാൻ ഉദ്ദേശിക്കുന്ന ഏത് പ്രസ്ഥാനമായാലും അവർക്ക് കാര്യസാധ്യം നടക്കാതെ വരും. അത് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളായാലും കൊള്ളാം, സങ്കുചിത സാമുദായിക പ്രസ്ഥാനങ്ങളായാലും കൊള്ളാം. ഈ ഒരു സന്ദേശം നൽകി കേവലം പലരും ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് പകരം ഗണപതി എന്താ ഇങ്ങനെയായത്, ശിവലിംഗം എങ്ങനെ അങ്ങനെയായത്, ശിവൻ എങ്ങനെ അങ്ങനെ പൂജിക്കപ്പെടുന്നു, ആയിരം ചോദ്യങ്ങളുണ്ട്. ചോദ്യങ്ങളുടെ മുഴുവൻ സോഴ്സ് ഒന്ന് തന്നെയാണ്. ഇതിനൊക്കെ ഉത്തരം പറയാൻ വിധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് സമൂഹത്തെ മാറ്റി അഭിമാനത്തോടുകൂടി ഇതാണ് ഞങ്ങളുടെ ശാസ്ത്രം, ഇതാണ് ഞങ്ങളുടെ ജീവിതക്രമം എന്ന് പറയാൻ സാധിക്കണം. ഇതിനൊക്കെ ഉപരി സാമ്പത്തികമായി അങ്ങേയറ്റത്തെ ന്യൂനപക്ഷമായി മാറിക്കഴിഞ്ഞു ഹിന്ദു. 20% എന്ന് സംശയമാണ്. ഇവിടുത്തെ കച്ചവടങ്ങള്, വ്യവസായങ്ങള്, തൊഴിൽ സ്ഥാപനങ്ങള്, കൃഷി തുടങ്ങിയവ നോക്കിക്കഴിഞ്ഞാൽ, ഇവിടെ വില കൂടിയ വാഹനങ്ങളോ കെട്ടിടങ്ങളോ നോക്കിക്കഴിഞ്ഞാൽ, അതിന്റെ ഓണർഷിപ്പ് നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും താഴേക്ക് അധപ്പതിക്കുന്ന അവസ്ഥാവിശേഷമുണ്ട്. ഇതിന് മറ്റൊരാളെയും കുറ്റപ്പെടുത്തരുത്. വേദം നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, ഭൂത്യൈന പ്രമദിതവ്യമെന്ന്, കുശലാന്ന പ്രമദിതവ്യമെന്ന്. നിത്യപാരായണത്തിന് വിധിക്കപ്പെട്ട ശ്രീരുദ്രം കൊച്ചു നാളിലെ 300 ചില്ലുവാൻ സങ്കല്പങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് പണം വേണം, സ്വർണം വേണം, രത്നം വേണം, കുതിര വേണം, ആന വേണം, ചെമ്മരിയാട് വേണം, കോലാട് വേണം, പശു വേണം, കാള വേണം, ഇങ്ങനെ വേണം എന്ന് സങ്കല്പിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെ ചെറുപ്പത്തിലെ എല്ലാ സമ്പത്തും എനിക്ക് വേണമെന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിക്ക് അലസനായിരിക്കാൻ പറ്റില്ല. അവന് കേവലം പഠിച്ച് എന്തെങ്കിലും ജോലി കിട്ടണമെന്ന് സങ്കല്പിക്കാൻ പറ്റില്ല. ജോലി കൊടുക്കുന്നവനാകണം എന്ന സങ്കല്പമുണ്ടാകും. വ്യവസായ രംഗങ്ങളിൽ മുന്നോട്ട് വരും, കച്ചവടത്തിൽ മുന്നോട്ട് വരും. അങ്ങനെ സമൃദ്ധമായ സമ്പന്നമായൊരു സമൂഹം, അതാണ് വേണ്ടത്. ആര് സാമ്പത്തികമായി താഴേക്ക് പോകുന്നുവോ അവർ ചവിട്ടി മതിക്കപ്പെടും മറ്റുള്ളവരാൽ. ഇതെല്ലാ മേഖലയിലും ഉറപ്പാണ്. ഈ വിധ ദോഷങ്ങളെ എണ്ണി പറഞ്ഞാൽ അറ്റമില്ല. പരിഹാരം എന്ത്? പരിഹാരം ഒന്നാണ്. ആ പരിഹാരം വിവേകാനന്ദ സ്വാമികൾ അന്ന് പറഞ്ഞു വെച്ചു. വേദത്തെ സമൂഹത്തിൽ വാരി വിതറൂ.
വേദജ്ഞാനം കൊണ്ടൊരു വെള്ളപ്പൊക്കം സൃഷ്ടിക്കൂ സമൂഹത്തിൽ. വേദത്തെ വാരി വിതറൂ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും സൂക്തം പഠിപ്പിക്കണം എന്നല്ല അർത്ഥം. എല്ലാരെയും പിടിച്ചിരുത്തി മാണ്ഡൂക്യ കാരിക ഭാഷ്യത്തോടു കൂടി പഠിക്കൂ എന്നുള്ളതല്ല അർത്ഥം. മറിച്ച് അധികാരി ഭേദമനുസരിച്ച് സമൂഹത്തിൽ ഓരോരും അനുവർത്തിക്കേണ്ടത് എന്താണെന്ന് ബോധിപ്പിക്കണം. അത്തരമൊരു ബോധ്യത്തിന്റെ അഭാവമാണ് ഇന്ന് നമ്മളെ ഗ്രസിച്ചിട്ടുള്ള അജ്ഞാനം. ഈ അജ്ഞാനം കൊണ്ടാണ് അനാചാരങ്ങൾ പെരുകുന്നത്. ഈ അജ്ഞാനം കൊണ്ടാണ് ദുരാചാരങ്ങൾ പെരുകുന്നത്. ഈ അജ്ഞാനം കൊണ്ടാണ് ചൂഷണം ചെയ്യപ്പെടുന്നത്. ഈ അജ്ഞാനം കൊണ്ടാണ് ദരിദ്രരാവുന്നത്. ഈ അജ്ഞാനം കൊണ്ടാണ് മതപരിവർത്തനങ്ങൾക്ക് വിധേയരാകുന്നത്. ഇതിനെ മാറ്റേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഈ കർത്തവ്യ നിർവഹണത്തിന്റെ ഭാഗമായിട്ട് അടുത്ത വർഷം കേരളത്തിൽ എല്ലാ സന്യാസി ശ്രേഷ്ഠരും, അവിടെ സന്യാസി എന്ന് പറയുമ്പോൾ സന്യാസി സന്യാസിനി തുടങ്ങിയ ലിംഗഭേദം ഒന്നും എടുക്കരുത്, സമൂഹത്തിലേക്ക് ഇറങ്ങും. ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ സഞ്ചരിച്ച് വിവിധ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ച് ഏതെല്ലാം രീതിയിൽ സമൂഹത്തിൽ സമ്പർക്കം ചെയ്യാമോ ആ രീതിയിലൊക്കെ സമ്പർക്കം ചെയ്ത് ഈ ഒരു അവബോധമുള്ള സമൂഹമാക്കി നമ്മളെ മാറ്റുമ്പോൾ ഇനിയും ഹൈന്ദവ സമാജം ഏറെക്കാലം ചൂഷണം ചെയ്യപ്പെടില്ല, ഉറപ്പാണ്. 1982 എറണാകുളത്ത് വെച്ച് നടന്ന ഹിന്ദു മഹാസമ്മേളനത്തിൽ ന ഹിന്ദു പതിതോ ഭവേത് എന്നൊരു വലിയ മുദ്രാവാക്യം വെച്ചു. എല്ലാ അർത്ഥത്തിലും ഭാവത്തിലും അത് നടപ്പിലാക്കേണ്ടുന്ന കാലം അതിക്രമിച്ചു. നമുക്കെല്ലാവർക്കും പങ്കുണ്ട്. അത് സന്യാസിമാരുടെ മാത്രം കർത്തവ്യമല്ല. എന്നാൽ അതിന് സന്യാസിമാര് നേതൃത്വം വഹിച്ചുകൊണ്ട് ഗ്രാമങ്ങളിലൂടെ, പ്രദേശങ്ങളിലൂടെ, പട്ടണങ്ങളിലൂടെ വരുമ്പോൾ വേണ്ട സഹയോഗം ചെയ്യാൻ, അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ മൊത്തം സമൂഹം കൂടെ വേണം. അതുകൊണ്ട് നിരാശാഭരിതരായി ഇരിക്കാതെ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ ഏത് മഹാകാര്യവും നമുക്ക് നേടാം എന്നുള്ള ആത്മവിശ്വാസത്തോടുകൂടി ഇത്രക്കേറെ ആചാര്യന്മാർ നമുക്കുണ്ട്. ഏത് യുക്തിബോധത്തിനും, ഏത് യുക്തികുശലന്റെ ഏത് ചോദ്യത്തിനും മറുപടി നൽകുന്ന ശാസ്ത്ര സംഹിത നമുക്കുണ്ട്. അനുദിനം വികസിച്ചു വരുന്ന സാങ്കേതിക വിദ്യയുടെയും ശാസ്ത്ര മേഖലകളുടെയും വികാസം എത്തിച്ചേരുന്നത് വേദാന്തം നിർദ്ദേശിച്ച നിഗമനത്തിലേക്കാണ്. ആ ഒരു തത്വത്തെ ബോധിപ്പിക്കാൻ, അതിലൂടെ സമാജത്തെ ഉണർത്താൻ ഇതാ സമയമായിരിക്കുന്നു. ഇനി ഒട്ടും വൈകിക്കൂടാ. രണ്ടർത്ഥത്തിലും, ഇവിടെയും വൈകാൻ വയ്യ, നമ്മളെ പ്രവർത്തനവും വൈകാൻ വയ്യ. അതുകൊണ്ട് ഒരുമിക്കുക. നാം ഒന്നാണ്. സനാതന ധർമ്മത്തിൽ, വൈദിക സംസ്കൃതിയിൽ, വൈദിക സംസ്കൃതി എന്ന് പറയുമ്പോൾ കേവലം വേദം എന്നല്ല ഉദ്ദേശിക്കുന്നത്. വേദവും വൈദികവും എന്ന് പറയുമ്പോൾ താന്ത്രികവും മന്ത്രശാസ്ത്രങ്ങളും എല്ലാം അതിൽ വരും. ശൈവവും വൈഷ്ണവവും ശാക്തേയവും ഗാണപത്യവും സൗരവും സ്കാന്തവും എല്ലാം അതിൽപ്പെടും. എന്ന് മാത്രമല്ല, ഒരു അടികൂടി മുന്നോട്ട് പോയി പറഞ്ഞാൽ സനാതന ധർമ്മത്തിലെ നവീകരണ പ്രസ്ഥാനങ്ങളായ ബൗദ്ധ ജൈനങ്ങളും വരും. ആ വിധത്തിൽ ഒരുമയോടുകൂടി മുന്നേറി ഒരു മനസ്സായി ഒന്നായി നമ്മൾ നിൽക്കുമ്പോൾ ഇന്ന് എന്തെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നുണ്ടോ അതെല്ലാം അവസാനിക്കും. അല്ലെങ്കിൽ സനാതനധർമ്മം മലേറിയയാണെന്നും ഡെങ്കു ഫീവർ ആണെന്നും ഒക്കെ ഉള്ള വാദങ്ങൾ തുടരും. ഇതൊക്കെ കേട്ട് അമ്മയെ ആരെന്ത് പറഞ്ഞാലും ഒരു പ്രശ്നവും ഇല്ല എന്നുള്ള മട്ടിൽ ഇതാണ് സാത്വികത എന്ന് തെറ്റിദ്ധരിച്ച്, ഇതാണ് ശ്രേഷ്ഠത എന്ന് തെറ്റിദ്ധരിച്ച്, അങ്ങനെയാണല്ലോ നമ്മളെ പലരും പഠിപ്പിച്ചിട്ടുള്ളത്. കൊച്ചുനാളിലെ നമ്മൾ കേട്ടിട്ടുണ്ട്, നല്ല മനുഷ്യനാ, വായി കൈയിട്ടാ കടിക്കില്ല എന്ന്. അത് കേട്ട് വളർന്ന് നശിച്ചവരാ നമ്മള്. വായി കൈയിട്ടാ കടിക്കാത്തവൻ നല്ലവനാ? ധൈര്യം ഉണ്ടെങ്കിൽ നിങ്ങളാരെങ്കിലും വന്ന് എന്റെ വായിലൊന്ന് കൈയിടൂ. ധൈര്യം ഉണ്ടെങ്കിൽ ഞാൻ കടിക്കും. എന്റെ സ്വാമി, നിങ്ങളൊരു സന്യാസിയല്ലേ, പിന്നെ നിങ്ങൾ കടിക്കാൻ പാടുണ്ടോ? എടാ, ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കണം, എന്റെ വായിൽ കൈയിടാൻ നീ ആരാ? നീ ഒന്ന് കൈയിട്ടാ ഞാൻ കടിക്കും. നമ്മൾ രണ്ടുപേരും സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ അവിടെ ഇവിടെ ഇരിക്കുകയാണെന്ന് വെച്ചാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പരസ്പരം സ്നേഹിക്കാം. പക്ഷെ എന്റെ വായിൽ നീ കൈയിട്ടാ ഞാൻ കടിക്കും.
ഇങ്ങനെ ഒന്നിനും കൊള്ളായ്മയുടെ വലത്തെ കരണ തടി കിട്ടിയാൽ ഇടത്ത് കാണിച്ചു കൊടുക്കണം, ഇടത്തും കിട്ടിയാലോ ബലവും കാണിച്ചു കൊടുക്കണം. ഇങ്ങനെ കണ്ടവന്റെ തള്ളുകൊണ്ട് സ്വത്ത് മുഴുവൻ പോയി. ഏതെല്ലാം രീതിയിലും ആ രീതിയിലെല്ലാം അതിന് നിയമങ്ങളുടെ പരിരക്ഷ വന്നു. ക്ഷേത്രങ്ങളുടെ ഭൂമി, കൊട്ടിയൂർ പെരുമാളിന്റെ, തൃക്കളയൂർ മഹാദേവന്റെ ഒക്കെ ഭൂമിയുടെ കണക്കൊന്ന് പഠിച്ചാൽ മതി. എല്ലാം നഷ്ടമായി. അവിടെ മുഴുവൻ ഇന്നിപ്പോ എന്തൊക്കെയാ, ആരുടെ ഉടമസ്ഥതയിലാ ഭൂമിയിൽ നിന്ന് പോയി നോക്കൂ. ഓരോ കാലഘട്ടത്തിലും റവന്യൂ മന്ത്രിമാരായവര് പതിച്ചു കൊടുത്തതാണ് കയ്യേറ്റക്കാർക്ക് മഹാദേവന്റെ മണ്ണ്. ഇനിയും അനുസ്യൂതം ഇത് തുടരണമോ ചോദ്യമാണ്. വേണമെങ്കിൽ ഉറങ്ങാം, നമുക്ക് സുഖമാണിവിടെ, നല്ല സുഖമായിട്ട് ഉറങ്ങാം. അല്ല, ഇതെനി അനുവദിക്കാൻ പറ്റില്ലെന്നാണോ എങ്കിൽ ഉണരണം. ഇനി ഉറങ്ങാത്ത വിധം ഉണരാൻ സാധിക്കണം. ആ ഒരു ഉണർവിലേക്ക് സമാജം ഉയരട്ടെ. ഉണർത്താനുള്ള കർത്തവ്യം നമുക്കെല്ലാം ഉണ്ട് എന്നോർമ്മിപ്പിച്ച്, ഇത് ചട്ടമ്പിസ്വാമി തിരുവടികളുടെ സമാധിയുടെ 100ാം വാർഷികം. അതുപോലെ അവധൂത മഹാത്മാവായി അങ്ങേയറ്റം കേരളത്തിന്റെ മാത്രമല്ല, കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ഒക്കെ തന്നെ നവോത്ഥാനത്തിൽ അങ്ങേയറ്റം ദിവ്യാത്മാക്കളെ പ്രദാനം ചെയ്ത സദാനന്ദ സ്വാമികളുടെ സമാധിയുടെ 100ാം വാർഷികം. ശ്രീനാരായണ ഗുരുദേവൻ ഏഷ്യയിൽ തന്നെ ആദ്യമായെന്ന് പറയാൻ കഴിയുന്ന വിധം നടത്തിയ സർവമത സമ്മേളനത്തിന്റെ 100ാം വാർഷികം. ഇതൊക്കെ ഒത്തുചേർന്നൊരു സംവത്സരത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. ഈ ഒരു സംവത്സരത്തിൽ എല്ലാ മഹാത്മാക്കളുടെയും അനുഗ്രഹത്തോടുകൂടി ഈ ഒരു വിഷയം പറഞ്ഞ സമയത്ത് മാതാ അമൃതാനന്ദമയി ദേവി അമ്മ പൂർണ്ണമായി അതിന്റെ കൂടെ അമ്മ തന്നെ അതിന് പങ്കെടുക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. പക്ഷെ എല്ലാ നിലയ്ക്കും തന്റെ സാധിക്കുന്ന എല്ലാ ശിഷ്യന്മാരെയും പറഞ്ഞയച്ചിരിക്കുക. ഒന്ന് ചിന്തിക്കുക. അതുപോലെ ഓരോ സ്ഥലത്തും, ഓരോ ആശ്രമത്തിലും, ശിവഗിരി മഠത്തില് പൂജ്യ സ്വാമിജി ഇതിൽ സ്വയം പങ്കെടുക്കുമെന്ന് പറയുകയും മറ്റ് എല്ലാവരെയും പങ്കെടുപ്പിക്കാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നു പറഞ്ഞു. തീർത്ഥപാദാശ്രമത്തിൽ മഠാധിപതി സ്വാമിജി ഇവിടെ ഉണ്ട്, വേറെയും സന്യാസി ശ്രേഷ്ഠന്മാർ പങ്കെടുക്കുകയാണ്. അതുപോലെ ശുഭാനന്ദ ഗുരുദേവന്റെ ആശ്രമത്തിൽ അവിടുത്തെ ജനറൽ സെക്രട്ടറി, അവർക്കൊന്നും ഇന്ന് ഒരു തരത്തിൽ വരാൻ പറ്റാത്തതാണ്. കാരണം ഇന്ന് പൂർണിമ ദിവസം വിശേഷ ആചരണങ്ങളുള്ളതാണ്. അതുപോലെ ശാന്തിഗിരി മഠത്തിൽ നിന്ന്, ചിന്മയ മിഷനിൽ നിന്ന്, രാമകൃഷ്ണ ആശ്രമത്തിൽ നിന്ന്, രാമകൃഷ്ണ മഠത്തിൽ നിന്ന്, ദയാനന്ദ ആശ്രമത്തിൽ നിന്ന് എന്ന് വേണ്ട എല്ലാ ആശ്രമങ്ങളിൽ നിന്നും, അങ്ങനെ പേര് പറയുമ്പോൾ പ്രതിനിധികളും ഇന്ന് ഒത്തുകൂടി തൃശ്ശിവ പേരൂരിൽ. എവിടെ? ഓഡിറ്റോറിയത്തിലെ പരിപാടി നേരത്തെ പറഞ്ഞു. ഇപ്പൊ എവിടെ ഒത്തുകൂടിയിരിക്കുക? ഇവിടെയാ ഒത്തുകൂടിയേ. ഇതേതാ സ്ഥലം? അപ്പോഴാ പറഞ്ഞ സ്വാമി തേക്കിൻകാട് മൈതാനത്താണ് ഒത്തുകൂടിയത്. ഞാനൊന്ന് മുഴുവൻ നോക്കിയപ്പോൾ ഒരൊറ്റ തേക്കും കാണുന്നില്ല. ഇത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനാണ്, തേക്കിൻകാടല്ല. ഒറ്റ തേക്കുമില്ല. എവിടെയുള്ള ഞാൻ കാണുന്നില്ല. അതുകൊണ്ട് ഇത് വടക്കുംനാഥ ക്ഷേത്ര മൈതാനാണ്. വടക്കുംനാഥ ക്ഷേത്ര മൈതാനത്തിൽ ഒത്തുകൂടിയിരിക്കുക. ഈ വടക്കുംനാഥന്റെ സങ്കല്പത്തിൽ നിന്നാണ് സർവജ്ഞപീഠാരോഹണം ചെയ്ത് ഈ സനാതന ധർമ്മത്തെ അക്കാലത്തെ എല്ലാ ന്യൂനതകളിൽ നിന്നും രക്ഷിച്ച് സമുദ്ധരിച്ച മഹാപുരുഷൻ ഭാരതം മുഴുവൻ സഞ്ചരിച്ചത്. എങ്കിൽ പറയട്ടെ, ഈ വടക്കുംനാഥന്റെ ഈ സമ്മേളനം എടുക്കുന്ന തീരുമാനമനുസരിച്ച് അടുത്ത വർഷം കേരളത്തിൽ ഈ നിശ്ചയിക്കപ്പെട്ട യാത്ര നടക്കുന്നതോടുകൂടി കേരളത്തിന്റെ സമൂഹ മനസ്സിൽ മാറ്റം വരണം. ഉത്തരങ്ങൾ പറയാൻ വിധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കുന്ന അവസ്ഥയിലേക്ക് പോരാ. ജനാധിപത്യ രാജ്യത്തിൽ അവകാശ നിർവഹണം ചെയ്യേണ്ടത് തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് ചെയ്യുന്നതിലൂടെയാണ്. ഹിന്ദുധർമ്മത്തെ നിന്ദിക്കുന്നവർക്ക് എന്റെ വോട്ടില്ല. ഏത് പാർട്ടി ആയിക്കോട്ടെ, പാർട്ടി ഭേദമൊന്നുമില്ല. ഏത് പാർട്ടിക്കാണെച്ചാലും വോട്ട് ചെയ്തോളൂ.
പക്ഷെ ഹിന്ദു ധർമ്മത്തെ അവഹേളിക്കുന്നവർക്ക് എന്റെ വോട്ട് ഇല്ല എന്ന് പറയുന്നൊരു സമൂഹം ഈ കേരളത്തിലും വളർന്നു വരണം, വന്നേ മതിയാവൂ. അത്തരമൊരു സമൂഹം അടുത്ത വർഷത്തോടുകൂടി ഉണ്ടാവണം. അറിയാലോ പിറ്റത്തെ വർഷം എന്താന്നുള്ളത്. സന്തോഷം, വളരെയധികം സന്തോഷം. നമസ്കാരം. കേരളത്തിലെ സന്യാസി വര്യന്മാർ കൂടിയിരുന്ന് കേരളത്തിൻ്റെ സാമൂഹിക പശ്ചാത്തലത്തെ വിലയിരുത്തി ഭാവി കാര്യങ്ങളെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു. ഇനിയും ഇത് പല പ്രകാരത്തിൽ പുരോഗമിക്കുന്നതായിരിക്കും. ഇന്നത്തെ സമാഗമത്തിൻ്റെ ഒരു മാർഗനിർദ്ദേശം എന്നുള്ള നിലയിൽ ഇവിടെ ഒരു വിളംബരം അത് സന്യാസി സമ്മേളനത്തിൽ വായിച്ച് എല്ലാ സന്യാസി വര്യന്മാരും അത് അംഗീകരിച്ചതാണ്. ആ വിളംബരം ഇവിടെ എല്ലാവർക്കും ലഭ്യമാക്കുന്നുണ്ട്. ഇത് പാലിക്കാൻ, ഇതൊരു മാർഗദർശനമായി കണ്ട് സമാജത്തിൻ്റെ സമുദ്ധാരണത്തിന് വേണ്ടി വായിക്കാനും പാലിക്കാനും പ്രചരിപ്പിക്കാനും ഓരോരുത്തരും ഉത്സാഹിക്കണം. തൃശ്ശിവ പേരൂർ സന്യാസി മഹാസംഗമം കേരളത്തിലെ ഹൈന്ദവ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്ന തൃശ്ശിവ പേരൂർ വിളംബരം 5 നിർദ്ദേശങ്ങളാണ് ഈ വിളംബരത്തിലുള്ളത്. 1, നാടിൻ്റെ സ്വത്വം ആധ്യാത്മികതയാണെന്ന് മനസ്സിലാക്കി സനാതനധർമ്മത്തെക്കുറിച്ച് അടിസ്ഥാന വിവരങ്ങൾ മനസ്സിലാക്കാൻ പരമാവധി ശ്രമിക്കുകയും സനാതനധർമ്മത്തെ അധിക്ഷേപിക്കുന്ന തെറ്റായ പ്രവണതകളെ സമാജത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അവയെ ശക്തിയുക്തം എതിർക്കുകയും ചെയ്യും. 2, സമാജത്തിൽ അസമത്വം വളർത്തുന്ന രീതിയിൽ ഹൈന്ദവ സമൂഹം സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും തളർന്നു പോകുന്നത് ഒഴിവാക്കാൻ നാം നമ്മുടെ അലസത, അജ്ഞത, അസംഘടിത സ്വഭാവം, ചൂഷണത്തിനും അക്രമ രാഷ്ട്രീയത്തിനും വിധേയമാകൽ, ഉത്തരവാദിത്വമില്ലായ്മ എന്നിവ ഇല്ലാതാക്കാൻ പരമാവധി ശ്രമിക്കും. 3, ക്ഷേത്രങ്ങളെ നാമജപം, സേവാപ്രവർത്തനം, സത്സംഗം, ആധ്യാത്മിക പഠനം, അതിൻ്റെ പ്രചാരണം, സാന്ത്വന പരിചരണം എന്നിവയ്ക്കുള്ള കേന്ദ്രങ്ങളാക്കി മാറ്റാൻ ജാഗരൂകരാകണം. ക്ഷേത്രോത്സവങ്ങൾ, ചടങ്ങുകൾ എന്നിവയോടനുബന്ധിച്ചും അല്ലാതെയും നടക്കുന്ന അനാവശ്യ ധൂർത്തുകൾ, അസാൻമാർഗിക ആചരണങ്ങൾ എന്നിവയിൽ നിന്നും നാം പൂർണ്ണമായും വിട്ടുനിൽക്കും. 4, കുടുംബങ്ങളുടെ ശിഥിലീകരണം ഒഴിവാക്കാൻ മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും ഉപയോഗം, കുടുംബ ഭദ്രതയ്ക്ക് പകരം ഉയരുന്ന അരാജക ചിന്തകൾ, അനവസരത്തിലുള്ള വിദ്യാഭ്യാസ കുടിയേറ്റം, ആത്മഹത്യാ പ്രവണതകൾ എന്നിവ ഒഴിവാക്കാൻ പരിശ്രമിക്കും. കുടുംബങ്ങളിൽ സന്ധ്യാനാമജപം, സ്വാധ്യായം, ധാർമ്മിക ചിന്തയ്ക്കുള്ള അന്തരീക്ഷം, വ്രതാനുഷ്ഠാനങ്ങൾ എന്നിവയെ പോഷിപ്പിക്കാൻ നാം പരമാവധി ശ്രമിക്കും. 5, ക്ഷേത്രാചാരങ്ങളുടെ പേരിൽ നടക്കുന്ന തൂക്കം, മേൽവസ്ത്ര നിരോധനം, സാധനാ പദ്ധതി എന്ന നിലയിൽ ഗുരുപദേശം കൂടാതെ സമൂഹത്തിൽ തെറ്റായ മാതൃകകൾ സൃഷ്ടിക്കുന്ന മദ്യമാംസാദികളുടെ ഉപയോഗം എന്നിവ ഒഴിവാക്കുകയും ശാസ്ത്രീയമായ അനുഷ്ഠാനങ്ങൾ പിന്തുടരാനും പ്രചരിപ്പിക്കാനും ആവും വിധം ശ്രമിക്കുകയും ചെയ്യും. മാർഗദർശക മണ്ഡലം, കേരളം.